ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതയാത്രകളിൽ അമ്മ സഹായവുമായി എത്തുന്ന നിരവധി അനുഭവങ്ങൾ ഉണ്ണി ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. പട്ടാളത്തിലെ തന്റെ പരിശീലന കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട അനുഭവങ്ങൾ ഇദ്ദേഹം പങ്കുവെക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് അങ്ങനെ സൈന്യത്തിലേക്ക് ഞാൻ എൻട്രി ആയത്. അങ്ങനെ പട്ടാളത്തിൽ ഭർത്തിയായിട്ട് എനിക്ക് ആദ്യത്തെ പോസ്റ്റിംഗ് ട്രെയിനിങ് ചെയ്യാനായിട്ട് ട്രെയിനിങ് സെൻറ്റർ എനിക്ക് നിയോഗിക്കപ്പെട്ടത് ഷിലോങ് ട്രെയിനിങ് സെൻറ്റർ ആയിരുന്നു. ബാക്കി എൻ്റെ കൂടെ അന്ന് 50 പേര് വിജയികളായിട്ടുള്ളവർക്കൊക്കെ 5 പേര് 10 പേര് അടങ്ങുന്ന ഗ്രൂപ്പുകളായിട്ട് സെക്കൻഡറാബാദും പല സ്ഥലങ്ങളിലും മദ്രാസ് റെജിമെൻറ്റ് സെൻറ്ററിലേക്കൊക്കെ വിടുമെങ്കിലും എന്നെ മാത്രം ഷിലോങ് ട്രെയിനിങ് സെൻറ്ററിലോട്ടാണ്, ആസാം റെജിമെൻറ്റ് സെൻറ്ററിലോട്ടാണ് എന്നെ നിയോഗിച്ചത്. എൻ്റെ വേക്കൻസി അവിടേക്കായിരുന്നു. ഞാനാണെങ്കിൽ കേരളം വിട്ട് പുറത്തോട്ട് കൂടി പോയിട്ടുള്ളത് പെട്രോളിൽ ഇരിക്കുമ്പോൾ ഗോവയിലേക്ക് ഒരു പിക്നിക്ക് വേണ്ടി പോയിട്ടുള്ള ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. ഭാഷ അറിയത്തില്ല. പഠിക്കുമ്പോൾ ഹിന്ദി നല്ല ടാലൻ്റ് ആയിരുന്നു, എൻ്റെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായിരുന്നു. പക്ഷേ ഹിന്ദി സംസാരിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. പമ്പിലിരിക്കുമ്പോൾ പഴയ രാജസ്ഥാനികൾ മറ്റു നോർത്ത് ഈസ്റ്റിലെ വണ്ടികളൊക്കെ ഡീസലും പെട്രോൾ അടിക്കാൻ വരുമ്പോൾ അവരോടൊക്കെ കിത്തന ചായി എന്നൊക്കെ രീതിയിൽ ചെറിയ ഹിന്ദിയൊക്കെയാണ് ചോദിക്കാൻ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അവർ പറഞ്ഞു ട്രെയിൻ ടിക്കറ്റ് എടുക്കുക, ചെന്നൈയിൽ പോയി ഇറങ്ങുക, എഗ്മോറിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ട്രെയിൻ കിട്ടും, അവിടെ നിന്ന് അങ്ങനെ ഗുവാഹട്ടി പോവുക, അവിടെ നിന്ന് അങ്ങനെ ബസ്സിൽ പോവുക, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ എനിക്ക്. അങ്ങനെ ചെന്നൈയിൽ എത്തി ഞാൻ ആദ്യമായിട്ട് ചെന്നൈയിൽ ഇറങ്ങി റെയിൽവേ സ്റ്റേഷന് മുന്നേ അവിടെയൊക്കെ അന്വേഷിച്ചു ഒരു മാപ്പ് വാങ്ങിച്ചു. കാരണം വെച്ചാൽ മാപ്പ് ഭൂപടം നോക്കി യാത്ര ചെയ്യാന്നുള്ള രീതിയിൽ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. കാരണം യാത്ര ചെയ്യാനുള്ള ഒരു പരിചയം എനിക്കില്ലായിരുന്നു. അങ്ങനെ മാപ്പ് വാങ്ങി അവിടെ നിന്നുള്ള ട്രെയിനിൽ കയറിയിരുന്നു. ഈ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെ ഏത് സ്ഥലത്തൂടെ ആ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരെല്ലാം മാപ്പിൽ ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു സിവിൽ ഡ്രസ് ഇട്ട് ഒരു പട്ടാളക്കാരൻ എൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ജപമാല ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയങ്ങളിൽ എനിക്ക് കൂട്ടായിട്ട് കടന്നു വരണമേ, എന്നെ സഹായിക്കണമേ, എനിക്ക് ഭാഷ അറിയത്തില്ല, ഞാൻ എവിടെ പോയി ചേരുന്ന പോലും എനിക്കറിയത്തില്ല, എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല, കൂടെ വരാൻ ആരുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതികളൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും മാതാവ് ഒരു കാവൽദൂതനെ പോലെ ഒരു കാവൽ മാലാഖയെ അയച്ചുകൊണ്ട് എന്നെ സഹായിക്കുന്ന ശക്തമായിട്ടൊരു അനുഭവമാണ് ഞാൻ കാണാനായിട്ട് കഴിഞ്ഞത്. കാരണം ഒരു പട്ടാളക്കാരൻ്റെ രൂപത്തിൽ ഒരു മാലാഖയെ പോലെ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിരിക്കാനും എവിടേക്കാണ് പോകുന്നതൊക്കെ ഹിന്ദിയിൽ ഇങ്ങനെ ചോദിച്ചു. ഞാൻ ആറുമുറി ഹിന്ദിക്ക് വെച്ച് സംസാരിച്ചു. ഷിലോങ്ങിലേക്കാണ് പോകുന്നത്, ട്രെയിനിങ് സെൻറ്ററിലേക്കാണ് പോകുന്നത്, ഞാൻ പട്ടാളത്തിൽ ഇങ്ങനെ എൻട്രി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാനും ഷിലോങ്ങിലേക്കാണ്. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ അയാൾക്ക് ഹിന്ദി അറിയാം, കുറച്ച് ഇംഗ്ലീഷ് അറിയാം. അങ്ങനെ ഇംഗ്ലീഷ് ഹിന്ദിയിൽ മിക്സ് ചെയ്ത് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അയാളോടത്തുള്ള യാത്ര വളരെ അനുഗ്രഹമായിരുന്നു. ശരിക്കും ഞാൻ ഗുവാഹട്ടിയിൽ പോയി ട്രെയിൻ നിർത്തി പിറ്റേ ദിവസം ഏർലി മോർണിംഗിലായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര ട്രെയിൻ. അപ്പോൾ ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന രാത്രിയിൽ പ്ലാറ്റ്ഫോമിൽ ഞാൻ അങ്ങനെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് അവിടെ കിടന്ന് എൻ്റെ ബാഗൊക്കെ അങ്ങനെ സൈഡിൽ വെച്ച് കിടന്നു. രാത്രി അത് മോഷ്ടിക്കാനായിട്ടൊരു വ്യക്തി വന്നു. പക്ഷേ ഈ വ്യക്തി ശരിക്കും പറഞ്ഞ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മാലാഖയെ പോലെ എൻ്റെ തൊട്ടടുത്ത് ഉറങ്ങാണ്ടിരിക്കുകയായിരുന്നു. ഈ ബാഗ് മോഷ്ടിക്കുന്ന വ്യക്തിയെ പിടിച്ചു, എന്നിട്ട് ആ വ്യക്തിയിൽ നിന്ന് ബാഗ് തിരിച്ചെടുത്തു. അങ്ങനെ എന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ നടന്നു നോക്കിയപ്പോൾ ഈ ബഹളമൊക്കെ കേട്ട് നോക്കിയപ്പോൾ ഒന്നും പേടിക്കേണ്ട, ഉറങ്ങിക്കോ, അയാൾ നിന്നെ മോഷ്ടിക്കാൻ വന്നതാണ്, ഞാനത് പിടിച്ചു, ഒന്നും കുഴപ്പമില്ല. അങ്ങനെ എന്നെ ഉറക്കിക്കൊണ്ട് എനിക്ക് കാവലിരിക്കുന്നൊരു വ്യക്തിയായിട്ട് ആ വ്യക്തി എൻ്റെ കൂടി ഇരിക്കുന്നൊരു അനുഭവമായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ വീണ്ടും അടുത്ത ട്രെയിനിൽ കയറി പിന്നെ ഷിലോങ്ങിൽ പോയി ഇറങ്ങി. അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അതേ റൂട്ട് തന്നെയാണ്, നിൻ്റെ ട്രെയിനിങ് സെൻറ്ററിന് മുന്നിലൂടെയാണ് എനിക്ക് പോകേണ്ടത്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ബസ്സിൽ പോകാമെന്ന് പറഞ്ഞ് ബസ്സിൽ കയറി. എൻ്റെ തൊട്ടടുത്ത് തന്നെ സീറ്റ് എനിക്ക് ഹിന്ദി അറിയുന്നതുകൊണ്ട് അയാൾ എൻ്റെ പൈസ കൊടുത്തു. എൻ്റെ നിന്ന് എത്രയാണെന്നുള്ള പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അയാൾ കറക്റ്റായിട്ട് പൈസയൊക്കെ ഹിന്ദിയിൽ സംസാരിച്ച് ടിക്കറ്റൊക്കെ എടുത്തു. രണ്ടുപേർക്കും സീറ്റ് പിടിച്ചു, തൊട്ടടുത്ത് എൻ്റെ ഇരുന്നു. അപ്പോൾ ഒന്നും പേടിക്കേണ്ട ഡോറോമത്ത് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ അവസ്ഥയായിരുന്നു. അങ്ങനെ ബസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് ട്രെയിനിങ് സെൻറ്ററിൻ്റെ തൊട്ട് ഗേറ്റിലെത്തിയപ്പോൾ അയാൾ പറഞ്ഞു ഇറങ്ങേണ്ട സ്ഥലമായി, ഞാൻ ഇവിടുന്ന് തുടർന്ന് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് താങ്കൾ ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ആ ട്രെയിനിങ് സെൻറ്ററിൻ്റെ വാതിക്കൽ വരെ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് ചെന്നൈയിൽ നിന്ന് തന്നെ അവിടെ കൊണ്ടുപോയി വിടാനായിട്ട് മാതാവ് എനിക്കായിട്ടൊരു കാവൽമാലാഖി നൽകുന്ന അനുഭവമായിരുന്നു എൻ്റെ പട്ടാളത്തിലേക്കുള്ള ആ ഒരു യാത്രയുടെ അനുഭവം എനിക്കുണ്ടായത്. പിന്നെ ട്രെയിനിങ് സെൻറ്ററിൽ പോയതിന് ശേഷം ഞാൻ തുടർച്ചയായിട്ട് എല്ലാ കാര്യങ്ങളും മാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ കൂടെ ഞങ്ങളുടെ ട്രെയിനിങ് ചെയ്യുന്ന ബാച്ചിൽ 185 ബാച്ചായിരുന്നു ആസാം റെജിമെൻറ്റ് സെൻറ്ററിലെ എൻ്റെ ട്രെയിനിങ് ബാച്ച്. ഈ 185 ബാച്ചിൽ ഒരു തമിഴ്നാട്ടുകാരനും 2 മലയാളീസും ബാക്കിയുള്ള ഹിന്ദിക്കാരും ഈ അവിടുത്തെ നാഗാർ, കുക്കി, മിസോ അങ്ങനെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ വ്യക്തികളായിരുന്നു ഞങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള മലയാളിയായിട്ടുള്ള കൂട്ടുകാരന് സൈനികന് അവന് വന്നിട്ട് ഒരു പ്രത്യേക മാരകമായ ഒരു അസുഖം പിടിപെടുകയും ശക്തമായ വയറുവേദനയെ പറ്റി സ്കാൻ ചെയ്തപ്പോൾ അവൻ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പട്ടാളം വിട്ട് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ പോകേണ്ടതായിട്ട് വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എനിക്ക് അരമുറി ഹിന്ദിക്ക് അറിയുന്നതുകൊണ്ടും ഞാൻ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ജപമാല ചൊല്ലി കർത്താവിനോട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ കുരിശ് വരയ്ക്കുകയും ചെയ്യുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും മാക്സിമം നോർത്ത് ഈസ്റ്റിലെ എല്ലാവരും ക്രിസ്ത്യൻസാണ്. അവർ അത്ര പ്രയർഫുൾ ലൈഫൊന്നുമല്ല, പക്ഷേ എല്ലാവരും ക്രിസ്ത്യൻസിനോട് അവർക്ക് വലിയ താല്പര്യമാണ്, ഈശോയോട് വലിയ സ്നേഹമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബൈബിൾ ചൊല്ലിയും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലും കാണുമ്പോൾ എന്നോട് വലിയ സ്നേഹം. പക്ഷേ എനിക്ക് ഈശോയെക്കുറിച്ച് അവരോട് പറയണമെന്നുണ്ട്, എൻ്റെ അനുഭവങ്ങളൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് ഒത്തിരി വിഷമിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി.
ആ സമയങ്ങളിൽ ഞാൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓടുമ്പോഴും ചാടുമ്പോഴും PT എല്ലാം ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഒരു 3 മാസം കൊണ്ട് എനിക്ക് ഹിന്ദി പഠിക്കണം, ഇവരോടെല്ലാം ഈ ഹിന്ദിയിൽ ഈശോയെക്കുറിച്ച് പറയണം. കറക്റ്റായിട്ട് ദൈവം പരിപാലിച്ചുകൊണ്ട് എനിക്ക് 3 മാസത്തിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് ഹിന്ദി സംസാരിക്കാനും അവരോടെല്ലാം എൻ്റെ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഭാഷ കൈവശമായി തീരാനായിട്ട് കർത്താവ് ഇടയാക്കി. അങ്ങനെ ഞാൻ ദൈവാനുഭവം അവരോടൊക്കെ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു ഹിന്ദി എനിക്ക് പെട്ടെന്ന്, അതുകൊണ്ട് അരമുറി ഹിന്ദി പറഞ്ഞുകൊണ്ട് അവരോട് ദൈവാനുഭവം പങ്കുവയ്ക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഹിന്ദി നല്ലൊരു ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള മലയാളിക്ക് ഇത് വലിയ അത്ഭുതമായിരുന്നു. നീ മാത്രം ഇങ്ങനെ ഹിന്ദി ഇത്ര പെട്ടെന്ന് പഠിച്ച് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ ഈ അസുഖം പിടിപെട്ട് മിലിറ്ററി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടറുടെ ട്രാൻസ്ലേറ്ററായിട്ട് എൻ്റെ ബാച്ചിൽ നിന്ന് എൻ്റെ സീനിയറായിട്ടുള്ള അധികാരി എന്നെയാണ് നിയമിച്ചത്. നീ മലയാളത്തിൽ അവരോട് കാര്യങ്ങൾ ചോദിക്കുക, അതിൻ്റെ ഹിന്ദിയിൽ ഡോക്ടറോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഡോക്ടർ പറയുമ്പോൾ ഇവൻ ഉദർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവിടെയാണ് വേദന അവിടെയാണ് വേദന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടർ ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവൻ്റെ സ്കാൻ ചെയ്യണം, ഷിലോങ് MH കൊണ്ടുപോകണം. ഞങ്ങളുടെ ഈ ട്രെയിനിങ് സെൻറ്റർ ഹാപ്പി വാലി എന്നുള്ള സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ഈ ട്രെയിനിങ് സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഷിലോങ് MHലേക്ക് അവൻ ട്രാൻസ്ഫർ ചെയ്ത് അവിടെ പോയി സ്കാനിങ് ഒക്കെ ചെയ്തെടുത്ത് വലിയ ദുഃഖിതനായിട്ടാണ് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞത്, ഞാൻ പട്ടാളം വിട്ട് പോകണം എന്നാണ് ഡോക്ടർ പറയുന്നത്, മാരകമായ എന്തോ അസുഖം ഉണ്ടെന്ന്. കാരണം അവൻ കരയുന്നതായിട്ട് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അവന് വേണ്ടി അന്ന് രാത്രിയിൽ ഞാൻ ജപമാല ചൊല്ലി മാതാവിനോട് ആ വ്യക്തിക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് കരഞ്ഞ് മുട്ടും വരുന്നുണ്ട്. ഞാൻ ഡ്യൂട്ടി സമയത്ത് രാത്രിയിൽ ഡ്യൂട്ടിയിൽ നിന്നുകൊണ്ട് ഞാൻ യൂണിഫോമിൽ തന്നെ ഡ്യൂട്ടിയിൽ നിന്നുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷൻ കർത്താവ് കാണിച്ചു തരാണ്. ഒരു ഇടിമിന്നൽ പോലും ഇങ്ങനെ ചിറ്റിട്ടുള്ള ഒരു പ്രകാശം ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് വ്യക്തമാവുന്നില്ലായിരുന്നു. ഈ പ്രേയർ ഗ്രൂപ്പിലൊക്കെ പോയി പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും മെസ്സേജ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ ഉണ്ടാക്കരുത്, കൂടുതലായിട്ട് വീണ്ടും പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി തരും. ഞാൻ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോ എനിക്ക് അറിയുന്നില്ല, മനസ്സിലാകുന്നില്ല, വീണ്ടും വ്യക്തമാക്കി തന്നെ പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞൊരു വ്യാഖ്യാനം എന്നോളം അടുത്തൊരു വിഷൻ എനിക്ക് കാണുകയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റ് ദൈവങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തയും ആരാധനീയ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഈ വ്യക്തിയുടെ വീട്ടിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ രോഗത്തിൻ്റെ ബന്ധിതമായ അവസ്ഥ എന്ന്. അപ്പോൾ ഞാൻ ഇവനോട് ഇത് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഇവൻ്റെ അടുത്ത് പോയി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര ദുഃഖത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വേണ്ട, ഒന്നും കഴിക്കുന്നില്ല, നിരാശയിലായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ ഇന്ന് രാത്രി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനായിട്ടുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ജപമാല പ്രാർത്ഥനയുടെ സമയത്ത് ഒരു വിഷൻ എനിക്ക് കാണിച്ചു തന്നു. ഈ വിഷൻ ഇവനോട് പങ്കുവച്ചു. അപ്പം അവൻ ഒരു കാരണത്തല്ല അത് എഗ്രി ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അത് അവൻ സമ്മതിക്കാത്തതുകൊണ്ട് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ ശക്തമായി ബോധ്യം തരുന്നുണ്ട് ഇങ്ങനെയൊന്നും ഇങ്ങനൊരു കാര്യമുണ്ടെന്നുള്ളത്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ഇപ്പം നീ അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പറയാതിരിക്കുന്നെങ്കിൽ ഈശോയോടാണ് കളം പറയുന്നത്, എന്നോടല്ല. നിനക്ക് ചിലപ്പോൾ പട്ടാളം വിട്ട് പോകേണ്ടി വരുന്നു, ഞാൻ പ്രാർത്ഥിച്ചാൽ പോലും നീ പോകേണ്ടി വരുന്നു പറഞ്ഞു. അപ്പോൾ അവനതൊരു പേടി പോലെയായി. അപ്പോൾ അവൻ പറഞ്ഞു, ഉണ്ട്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ അവസ്ഥയുണ്ട്, ഇങ്ങനെ ആരാധന രീതികളുണ്ട്, അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളിങ്ങനെ വർഷം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് നിൻ്റെ രോഗത്തിൻ്റെ ബന്ധിതമായ അവസ്ഥയ്ക്ക് കാരണം സത്യവിശ്വാസം നിരക്കാത്ത രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നീ മനസ്തപിക്കുക, കർത്താവിൻ്റെ ഈശോയോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക, ഈശോയുടെ തിരക്കത്താൽ നിൻ്റെ വയറുവേദനയും നിൻ്റെ രോഗത്തെ കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അവന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പിന്നെ അടുത്ത ടെസ്റ്റിന് വേണ്ടി അടുത്ത ആഴ്ച അവൻ ഷിലോങ് MHൽ പോയി ടെസ്റ്റ് ചെയ്ത് വന്നു. ഭയങ്കര സന്തോഷത്തോടെ എൻ്റെ രോഗം അപ്രത്യക്ഷമായെന്ന് ഡോക്ടർ പറയുന്നത്, എനിക്ക് ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാമെന്ന്. അങ്ങനെ ഇപ്പോൾ അവൻ സർവീസിലാണ് തുടരുന്നത്. അങ്ങനെ ശക്തമായിട്ട് ജപമാലയുടെ കർത്താവ് വിഷൻസിൽ നിന്ന് ഗൈഡ് ചെയ്ത് എന്നെ നയിക്കുന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അതിനുത്തരം നൽകുമെന്ന് ഇദ്ദേഹത്തിൻ്റെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ട്രെയിനിങ് സമയത്ത് ഞങ്ങളെ ട്രെയിനിങ് പീരീഡിൻ്റെ ലാസ്റ്റ് ഞങ്ങളുടെ ഫയറിംഗ് ഷൂട്ടിങ്ങിൻ്റെ ട്രെയിനിങ് റിസൾട്ടുകളും ടെസ്റ്റുകളൊക്കെ നടക്കാനായിട്ട് ഞങ്ങൾ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് ഫയറിംഗ് റേഞ്ചിൽ ക്യാമ്പ് അടിച്ച് താമസിക്കാനായിട്ട് ഇടയായ ഒരു നാളുകൾ ഞാൻ ഓർക്കുകയാണ്. ആ സമയങ്ങളിൽ ഞങ്ങൾ ഈ വഴികളൊക്കെ ചളി വന്ന് ഇങ്ങനെ മഴ പെയ്ത് ചളി കൊണ്ട് ഞങ്ങൾക്ക് വാഹനങ്ങൾ ഫുഡ് കൊണ്ടുവരാനും മറ്റുള്ള പട്ടാള വാഹനങ്ങൾ വരാനായിട്ട് റോഡൊക്കെ മോശമായതുകൊണ്ട് റോഡ് നിർമ്മിക്കാനായിട്ട് ഒരു ദിവസം ഞങ്ങളെ കുറച്ച് റിക്രൂട്ടുകൾ, ഞങ്ങൾ ട്രെയിനിങ് സമയത്ത് ഞങ്ങളെ റിക്രൂട്ടുകളെന്നാണ് പറയുന്നത്, റിക്രൂട്ടുകളെ നിയമിച്ചു. അപ്പോൾ അവർ കുറച്ച് പേര് ഞങ്ങൾ ഒരുമിച്ച് ഒരു ബാച്ച് ഇങ്ങനെ 185 ബാച്ച് മുഴുവൻ റോഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ റോഡ് ഉണ്ടാക്കിയതിന് സൈഡിൽ കുറേ വലിയ പാറമേടകളിൽ നിന്ന് കുറേ പേര് ഇങ്ങനെ പാറകളിങ്ങനെ കുത്തിപ്പൊട്ടിച്ച് ഇങ്ങനെ അവർക്ക് കുറേ ലോഡ് കല്ലുകൾ കൊടുക്കുമ്പോഴാണ് അവർക്ക് അന്നത്തുള്ള കൂലി കിട്ടുന്നത്. അങ്ങനെ ആ സമ്മിസായിട്ട് ആളുകൾ പാറമടകളിൽ ഞാൻ നോക്കുമ്പോൾ പാറകളുടെ തുമ്പത്തൊക്കെ നിന്നുകൊണ്ട് ഈ ഗ്ലോബർ വെച്ചുകൊണ്ട് പാറ കഷ്ണങ്ങൾ അടർത്തേക്കും. ഞങ്ങൾക്ക് ഒരു നിമിഷം കാലൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ഒരു പാറ കഷ്ണം അടർന്നു വീണ് കഴിഞ്ഞാൽ അവരുടെ ജീവിതം തീർന്നു. അത്ര ഉയരങ്ങളിലാണ് ഈ പാറ കഷ്ണങ്ങൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഈ റോഡിൽ നിന്ന് നേരെക്കൊണ്ടിരിക്കുന്ന റിക്രൂട്ടറായിട്ടുള്ള സൈനികരുടെ ഇടയിൽ നിന്ന് മാറി അപ്പോഴതൊരു വലിയൊരു പാറയുണ്ടായിരുന്നു. ആ പാറയുടെ അങ്ങേ മറവിലേക്ക് ആരും കാണാത്ത രീതിയിൽ പോയി അവിടെ കുറച്ച് മണൽ പോലുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ മുട്ടുകുത്തിക്കൊണ്ട് എൻ്റെ യൂണിഫോമിൻ്റെ ഇടയിൽ എപ്പോഴും പോക്കറ്റിൽ ഞാൻ ജപമാല സൂക്ഷിക്കുമായിരുന്നു. ജപമാല കയ്യിലെടുത്ത് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി കൗതുകത്തോടെ നിൽക്കാൻ വേണ്ടിയാണ് അപ്പുറത്തോട് മാറി നോക്കിയത്. പക്ഷേ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ
പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഒരു വിഷൻ പോലെ കടന്നു വരികയാണ്. ആ പാറയുടെ തുമ്പത്ത് നിൽക്കുന്ന എൻ്റെ ചേട്ടനാണ്, അതിൻ്റെ താഴെ കല്ല് പറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയും സഹോദരങ്ങളാണ്, എൻ്റെ അപ്പച്ചനാണ്. അങ്ങനെ ഒരു ചിന്ത പെട്ടെന്ന് മനസ്സിലേക്ക് വന്നപ്പോൾ എൻ്റെ കണ്ണുകൾ നിറയാനായിട്ട് തുടങ്ങി. കാരണം കുടുംബത്തിലേറെ കഷ്ടപ്പാടും ദാരിദ്ര്യത്തിലൂടെ പോയ ഒരു അനുഭവമാണ് എൻ്റെ ബാല്യകാലത്തിലുള്ളത്. പിന്നെ കുടുംബത്തിൽ സമാധാനം, സന്തോഷമില്ലാത്ത അവരൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണുകൾ ഓട്ടോമാറ്റിക്കലായിട്ട് നിറയുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ സഹോദരങ്ങളാണ്, മാതാപിതാക്കളാണ് അവരെ ജോലി ചെയ്യുന്നത് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ മുട്ടുകുത്തി ജപമാല കരങ്ങളെടുത്തുകൊണ്ട് ജപമാല ഉയർത്തി ഞാൻ കണ്ണീരോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവ് വഴി ജപമാലയോട് ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോ ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരെ അപകടം ഒന്നും കൂടാതെ സംരക്ഷിക്കണമേ, അവർക്ക് അന്നു വേണ്ട ആഹാരത്തിനുള്ള വകയെല്ലാം കൊടുക്കണമേ, അവർക്ക് ജോലിയെല്ലാം ആരോഗ്യം നൽകണമേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ വീണ്ടും അവിടെയുള്ള ജോലിയിൽ ഏർപ്പെട്ടു. അന്നത്തെ ദിവസം അവസാനിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ കൂടാരങ്ങളിൽ ഞങ്ങൾ താമസിച്ചു. രാത്രിയിൽ അതിശക്തമായിട്ടൊരു ശബ്ദം കേൾക്കാനായിട്ട് ഇടയായി. എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ല. കാലത്ത് ഞങ്ങളെല്ലാവരും ആ പാറപ്പെട്ട സൈഡിലാണ് ഞങ്ങൾ ബ്രഷ് ചെയ്യാനൊക്കെ നിൽക്കുക. അപ്പോൾ ഞങ്ങളവിടെ ക്യാമ്പിൻ്റെ സൈഡിൽ നിന്ന് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കൗതുകത്തോട് പട്ടാളക്കാരൊക്കെ ഈ പാറമടയിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയാണ്ട് ഞാൻ അവിടെ പോയി എന്നെ പല്ല് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെ ഒരു രാത്രിയിലൊരു സ്ലൈഡിങ് ഉണ്ടായി. വലിയ പാറക്കെട്ടുകൾ അടർന്ന് വീണ് താഴെ അത്രയും ഉയരത്തുനിന്ന് നിബന്ധിച്ചുകൊണ്ട് പീസായിട്ട് ഏകദേശം ഒരു 10 ലോഡോളം വരുന്ന ഒരു 5-6 ലോഡ് സുഖമായിട്ട് തീരുന്ന നല്ല കല്ലുകൾ നുറുക്കിയിട്ട പോലെ ആ പാറക്കെട്ടുകൾ ഇടിഞ്ഞ് അങ്ങനെ കഷ്ണങ്ങളായി കിടക്കുന്നത്. പണിക്കാരൊക്കെ വന്ന് ഒത്തിരി സന്തോഷത്തോടെ അവർക്ക് ഒരു മാസത്തോളം ജോലി ചെയ്ത് കിട്ടുന്ന കല്ലുകൾ ഒരൊറ്റ രാത്രി കൊണ്ട് കർത്താവർക്ക് പൊട്ടിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണ് ആ ജപമാലയുടെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. നമ്മൾ നിസ്സാരമായിട്ട് ജപമാലയുടെ കർത്താവിനോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഉത്തരം നൽകുന്ന ഒരു അനുഭവം എനിക്ക് ആ നിമിഷങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ ജപമാലയുള്ള ആശ്രയത്വവും പ്രാർത്ഥനയും മാതാവിനുള്ള സ്നേഹവും ഈശോയുള്ള ഭക്തിയും നാൾക്ക് നാളെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ദൈവവിശ്വാസത്തിലും മാതൃഭക്തിയിലും ആഴപ്പെടുന്ന അനുഭവങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പ്രവർത്തിച്ചിട്ടുണ്ട്. തൻ്റെ ആഗ്രഹങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അമ്മയുടെ ചിത്രമാണ് ഉണ്ണി ഫ്രാൻസിസ് പങ്കുവയ്ക്കുന്നത്. ഞാൻ എല്ലാ ലീവിലും വരും ബാഗ് വീട്ടിലേക്ക് വെച്ച് ആദ്യം തന്നെ പിറ്റേ ദിവസം തന്നെ ഒരു റിട്രീറ്റ് സംബന്ധിക്കും. അങ്ങനെ ഒരു പവർഫുള്ളായിട്ട് എങ്ങനെ വണ്ടി പെട്രോൾ അടിച്ചിട്ട് വീണ്ടും കുറേ ദൂരം ഓടാനുള്ള എനർജി സമ്പാദിക്കുന്ന പോലെ ഞാൻ ധ്യാനം കൂടി ഓരോ ലീവിൽ വരുമ്പോഴും ഓരോ വർഷത്തിലും ധ്യാനം കൂടി പവർഫുള്ളാവുന്ന ഒരു ശീലം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഏകദേശം തന്നെ 19 വർഷത്തെ സൈനിക ജീവിതത്തിലടക്കി എല്ലാ വർഷവും തന്നെ ഞാൻ ധ്യാനം കൂടി അങ്ങനെ ഒരു ശക്തി ആർജിച്ചതിന് ശേഷമാണ് ഞാൻ സൈനിക മേഖലയ്ക്ക് അടുത്ത ലീവിൽ വരുന്നതായിരിക്കും. ആ എനർജി കൊണ്ടായിരുന്നു ഞാൻ കർത്താവരോട് മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് ഷെയർ ചെയ്യും. എൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ബന്ധപ്പെട്ട് ധ്യാനത്തിലൂടെ ലഭിച്ചൊരു ബോധ്യം ഈ നിമിഷങ്ങൾ പറയാനായിട്ട് എനിക്ക് തോന്നുകയാണ്. ഞാൻ ഒരു ലീവിൽ വന്നപ്പോൾ ഇതുപോലെ NRCയിലായിരുന്നു ധ്യാനം കൂടാനായിട്ട് പോയത്. ആ NRCയിൽ കോഴിക്കോട് അവിടെ പോയി ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര ധ്യാനകേന്ദ്രം എനിക്ക് NRCയുടെ യാത്ര ഈ ജീപ്പിലായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ജീപ്പിൽ ധ്യാനം തുടങ്ങുന്ന ദിവസം ആയതുകൊണ്ട് ഒത്തിരിയേറെ പേര് ഓരോ ജീപ്പിലും അള്ളിപ്പിടിച്ചൊക്കെയാണ് യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കയറിയതുകൊണ്ട് സീറ്റ് കിട്ടി. കുറച്ച് കഴിഞ്ഞ് ലേറ്റായി വന്നൊരു സിസ്റ്ററിന് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സീറ്റ് ഈശോയെ പ്രതി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ഞാൻ നിന്ന് യാത്ര ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോഴെല്ലാം ഈശോയെ പ്രതി ദൈവമാതാവ് വഴി കാഴ്ചവെക്കുന്നു. അങ്ങനെയാണ് കാരണം അതുകൊണ്ട് തന്നെ മാതാവ് വഴി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിത കർത്താവ് കൂടുതൽ പ്രസൻസായിട്ട് ഇടപെടുന്നതുകൊണ്ട് ഞാൻ കൊച്ചു കാര്യങ്ങൾ ഈശോയ്ക്ക് മാതാവ് വഴി എപ്പോഴും സമർപ്പിക്കുന്നൊരു ശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈശോയെ പ്രതി മാതാവ് വഴി ഞാൻ ഈ കൊച്ചു താല്പര്യത്തിൽ കാഴ്ചവെക്കുന്നു പറഞ്ഞ സീറ്റ് സിസ്റ്ററിന് ഒഴിഞ്ഞു കൊടുത്തു. അങ്ങനെ സിസ്റ്റർ വിളിച്ചപ്പോൾ നന്ദി പറഞ്ഞു. അങ്ങനെ എൻ്റെ പേരൊക്കെ ചോദിച്ചു. ഞാൻ പട്ടാളത്തിലാണ് ലീവിൽ വന്നിരിക്കുക, ധ്യാനം കൂടെ വരും. അങ്ങനെ കുറച്ച് ചെറുതായിട്ട് ആ യാത്രയൊന്ന് പരിചയപ്പെട്ടു. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് പോയി ധ്യാനത്തിലായിരിക്കുമ്പോൾ കൊച്ചുറാണിക്കുണ്ടായ വലിയ ദൈവാനുഭവത്തെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ അവിടെ NRCയിൽ കാണിക്കുകയുണ്ടായത്. ശരിക്കും ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ചും മാതാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും സുഗന്ധം ഉണ്ടാവുന്നതിനെക്കുറിച്ചൊക്കെ പറയാം. അപ്പോൾ ഞാൻ ആ ധ്യാനത്തിലൂടെ ഇങ്ങനെ കർത്താവിനോട് ആവശ്യപ്പെട്ടു, ഈശോയെ മാതാവിനോട് എനിക്ക് ഒത്തിരിയേറെ സ്നേഹമുണ്ട്, ഭക്തിയുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും സൈനിക മേഖലയിലും എൻ്റെ ജീവിതത്തിലും ജപമാലയോട് ഒത്തിരിയേറെ അത്ഭുതങ്ങൾക്ക് സാക്ഷിയാണ്. എന്നാൽ ഇനി ഈ സുഗന്ധം അതുപോലെ തന്നെ മാതാവിൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അത്ഭുതങ്ങളൂടെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് വിഷ്വലായിട്ട് അല്ലെങ്കിൽ ദൃശ്യമായിട്ടൊരു അനുഭവം എൻ്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് ധ്യാനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് മറ്റുള്ളവർക്കെല്ലാം മാതാവിൻ്റെ സുഗന്ധവും സാന്നിധ്യം നൽകുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ധ്യാനിക്കുന്നവർക്കെല്ലാം ഇതേ അനുഭവം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന അച്ഛൻ അവിടെ പ്രത്യേക ധ്യാനത്തിൽ പറഞ്ഞു. അപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു വെള്ള ജപമാലയായിരുന്നു. ഈ ജപമാലയിൽ ഈ സുഗന്ധമൊന്നും വന്നിരുന്നെങ്കിൽ, മാതാവിനോടുള്ള ഭക്തി എനിക്കൊന്ന് വർദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് അന്ന് ഞാൻ കുളിക്കാനായിട്ട് എൻ്റെ ജപമാലയ്ക്ക് ഊരി വെച്ച് ഞാൻ കുളി കഴിഞ്ഞിട്ട്
തിരിച്ച് റൂമിൽ വന്ന് ജപമാല കഴുത്തിലേക്ക് ഇടുമ്പോൾ എൻ്റെ ഭയങ്കര സുഗന്ധം. എവിടെ നിന്നാണ് സുഗന്ധം വരുന്നത് എല്ലായിടത്തും നോക്കിയപ്പോൾ ലാസ്റ്റ് ഞാൻ കഴുത്തിലിട്ട ജപമാലയിൽ നിന്നായിരുന്നു സുഗന്ധം വരുന്നത്. ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ ആ സുഗന്ധം എൻ്റെ ജപമാല കർത്താവ് ധ്യാനത്തിലൂടെ എനിക്ക് തന്നു. ആ ധ്യാനം കഴിഞ്ഞ് വന്നിട്ടും ഏകദേശം 40 ദിവസത്തോളം സൈനിക മേഖലയിൽ പോയി പല സൈനികർക്ക് ഞാൻ മണക്കാൻ കൊടുത്തു. 40 ദിവസത്തോളം ആ സുഗന്ധം എൻ്റെ ജപമാലയിൽ നിന്നതായിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. ആ ധ്യാനത്തിൽ വെച്ചുണ്ടായ മറ്റൊരു ബോധ്യം, അപ്പോൾ ഞാൻ ഈ സുഗന്ധം വന്നു കഴിഞ്ഞപ്പോൾ ഈശോയോട് ചോദിച്ചു, എനിക്ക് തോന്നുന്നാവോ ഈ ജപമാലയിൽ ഇനിയിപ്പോൾ കുളിച്ചപ്പോൾ അറിയാണ്ട് വന്നതാണോ? അതൊക്കെ കൺഫ്യൂഷൻസാണ്. അപ്പോൾ മാതാവിൻ്റെ സ്നേഹം വർദ്ധിക്കുന്നു, ഭക്തി വർദ്ധിക്കുന്നു, ആ വിശ്വാസം വർദ്ധിക്കുന്നു, അതിൻ്റെ ഒരു അടയാളം കൂടി വീണ്ടും ഞാൻ കർത്താവിനോട് ചോദിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അന്നത്തെ സെക്ഷൻ കഴിഞ്ഞ് മാതാവിൻ്റെ സെക്ഷനായിരുന്നു. മാതാവിൻ്റെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ മാതാവിനോടുകൂടെ കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരും ടീ ബ്രേക്കിന് വേണ്ടി പോയി. ഞാൻ ധ്യാനഹാളിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു സിസ്റ്ററിന് കർത്താവ് ഒരു പ്രചോദനം കൊടുക്കുകയാണ്, മാതാവിൻ്റെ ഒരു രൂപം വാങ്ങി ഈ പട്ടാളക്കാരനായിട്ട് ഒരു വ്യക്തി ധ്യാനത്തിൽ വന്നിട്ട് ആ വ്യക്തിക്ക് സമ്മാനിക്കണമെന്ന്, എൻ്റെ സമ്മാനമായിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ഈ സിസ്റ്റർ ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ ആയതുകൊണ്ട്, വ്യക്തിത്വം ആയതുകൊണ്ട്, ഒരു യുവാവിനോട് എങ്ങനെയാണ് പെട്ടെന്ന് കയറി പരിചയപ്പെടുന്നത്, അവരെന്ത് വിചാരിക്കുക, എന്താ പ്രതികരിക്കുക എന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അവർ വളരെ മടിച്ച് ആദ്യമൊന്നും ചെയ്തില്ല. 2 ദിവസമായപ്പോൾ ഈശോ നിരന്തരം ഒരു സിസ്റ്ററിനോട് പറഞ്ഞു, ഈശോ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചാണ്, പക്ഷേ ഈശോ എന്നെ നിർബന്ധിക്കുകയാണ്, ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ പോയി ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഒരു മാതാവിൻ്റെ രൂപം വാങ്ങിയിട്ട് വന്നു. ആ മാതാവിൻ്റെ രൂപം എനിക്ക് സമ്മാനിച്ചുകൊണ്ട് അവർ എന്നോട് പറയുകയായിരുന്നു, ഇത് ഉണ്ണിക്ക് തരാനായിട്ട് ഈശോ എന്നോട് പറയുകയാണ്. ഉണ്ണി സൈനിക മേഖലയിൽ ബോർഡറിലൊക്കെ പോകുമ്പോൾ എവിടെ എല്ലായിടത്തും ഇത് കൊണ്ടുപോകണം, കർത്താവിന് പ്രത്യേക സംരക്ഷണം മാതാവ് വഴി ഉണ്ണിക്ക് ഉണ്ടാവുമെന്ന് ഈശോ എന്നോട് പറയുന്നതായിട്ട്. അപ്പോൾ ഈ സിസ്റ്റർ ഒരു പൊതി എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ വേഗം എൻ്റെ റൂമിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം പൊതി തുറന്നു നോക്കിയപ്പോൾ മാതാവിൻ്റെ രൂപം കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. കാരണം ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാതാവിൻ്റെ സ്നേഹം, വിശ്വാസം ഈശോ എനിക്ക് വർദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജപമാല സുഗന്ധം വന്നു, ഇതൊരു അടയാളം കൂടി തരാമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു മാതാവിൻ്റെ രൂപം തന്നുകൊണ്ട് കർത്താവ് എൻ്റെ വിശ്വാസം ഉറപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത്. സാമ്പത്തിക പ്രതിസന്ധികളിലും അപകട മേഖലകളിലും സംരക്ഷണമായി ജപമാല മാറിയ വലിയ ശക്തമായ അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് പങ്കുവെക്കുവാനുണ്ട്. ജപമാല ചൊല്ലുമ്പോൾ ലഭിക്കുന്ന ദൈവീക സംരക്ഷണം തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു ഇദ്ദേഹം. ഞാൻ ലീവിൽ വന്നു കഴിഞ്ഞപ്പോഴും ബൈക്ക് എടുത്ത് യാത്ര ചെയ്യുമ്പോഴും കുരിശ് വരച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഈശോയുടെ സംരക്ഷണം ചോദിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ബൈക്ക് ഓടിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വൈഫായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ അവളോട് ഞാൻ പറയും ജപമാല ചൊല്ലിക്കോളാൻ പറയും. അപ്പോൾ ഞങ്ങൾ ഈ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു ശീലം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ദൈവിക സംരക്ഷണം അതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും പലപ്പോഴും പല അപകടങ്ങളിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നതായിട്ടും അതുപോലെ തന്നെ വലിയ ട്രാഫിക് ബ്ലോക്ക്, മറ്റ് പ്രയാസങ്ങൾ, യാത്രയുണ്ടാകുന്ന വാഹനത്തിൻ്റെ കേടുപാടുകൾ, ഇങ്ങനെ യാതൊരുവിധ അസ്വസ്ഥതകൾക്കും ദൈവം ഇതുവരെ ഇടയാക്കിയില്ല. ശരിക്കും ഞങ്ങൾ ഒരു വട്ടം യാത്ര ചെയ്താൽ കോളേജ് കൊണ്ടുവിടാനായിട്ട്, വൈഫ് തൃശ്ശൂർ പഠിക്കുമ്പോൾ കോളേജ് കൊണ്ടുവിടാനായിട്ട് ഞാൻ നോർമൽ സ്പീഡിലായിരുന്നു. അപ്പോൾ ഈ അടിച്ചു പൊളിച്ച് ഓടിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള പിള്ളേരുടെ കൂട്ടത്തിൽ ഒരു ചെറുക്കൻ വളരെയധികം സ്പീഡിൽ ഓവർടേക്ക് ചെയ്തുകൊണ്ട് എൻ്റെ ബൈക്കിനെ തട്ടിക്കൊണ്ട് ഓവർടേക്ക് ചെയ്ത് പോകാനും, അങ്ങനെ എൻ്റെ ബൈക്ക് റോഡ് വിട്ട് മണ്ണിലേക്ക് ഇറങ്ങി. റോഡും മണ്ണും തമ്മിൽ ഒരുപാട് എഡ്ജ് പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭാഗമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സ്പീഡിലായതുകൊണ്ട് തട്ടി എന്നെ കടന്നു പോയതുകൊണ്ട് ആ വ്യക്തി ഒന്ന് തിരിഞ്ഞു നോക്കുകയോ ബ്രേക്ക് ചെയ്യുകയോ ഒന്നും പോലും ചെയ്തില്ല. അവർ സ്റ്റൈലിൽ അങ്ങ് കടന്നുപോയി. പക്ഷേ ബൈക്കിൽ തട്ടിയതുകൊണ്ട് എൻ്റെ ബൈക്കിൻ്റെ കൺട്രോൾ തെറ്റി. അങ്ങനെ ആ കൺട്രോൾ തെറ്റിയിൽ ബൈക്ക് പെട്ടെന്ന് റോഡ് വിട്ട് സൈഡിലോട്ട് പോയി. കാരണം കൺട്രോളില്ല, ഞാൻ കൺട്രോൾ ചെയ്തെടുക്കാൻ ഒത്തിരിയേറെ പരിശ്രമിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലും ആ ഒരു ആഘാതത്തിൽ വൈഫ് എൻ്റെ ബൈക്കിൽ നിന്ന് തെറിച്ച് താഴെ വീഴുകയും അങ്ങനെ റോഡിലേക്ക് പോയി വീഴാനായിട്ട് ഇടയായി. ആ ജപമാല ചൊല്ലി ഞങ്ങൾ പ്രേയർ ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതുകൊണ്ട് മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് ഞങ്ങളെ സംരക്ഷിച്ചു, അത്ഭുതമായി സംരക്ഷിച്ചു. വൈഫിൻ്റെ ആ സ്കൂൾ ബാഗ് ബൈക്കിൻ്റെ ഒരു കുളത്തിൽ കുടുങ്ങാനും ആ വൈഫ് തെറിച്ച് വീണത് നേരെ ബാഗിന് മുകളിലാവാനും, ശരിക്കും പറഞ്ഞ് സിനിമയിലെ കാണുന്ന പോലെ ആ ബാഗിൻ്റെ മുകളിൽ വൈഫ് ഇങ്ങനെ കിടക്കുന്നു, ബൈക്കിന് ഓടിച്ചുകൊണ്ട് പോകുന്നു. ഒരു 100 മീറ്ററോളം പോയി കൺട്രോൾ ചെയ്താണ് ബൈക്ക് ബ്രേക്ക് ചെയ്ത് ചവിട്ടുന്നത്. അപ്പോൾ വൈഫ് അത്രയും ദൂരം എൻ്റെ പിന്നാലെ ഈ ബാഗിൻ്റെ മുകളിൽ കിടന്ന് ഇങ്ങനെ സ്വിമ്മിങ് ചെയ്ത് വരികയായിരുന്നു. അതിനുശേഷം ഞാൻ ബൈക്ക് ബ്രേക്ക് ചെയ്ത് നിർത്തി ഞാൻ നോക്കുമ്പോൾ വൈഫിന് ശരീരമായത് ഒരു പോറൽ പോലും ഏറ്റില്ല, മുട്ടിൽ മാത്രം സ്വല്പം തൊലി പോയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും ആ ബാഗിൻ്റെ മുകളിലല്ലായിരുന്നു വീണതെങ്കിൽ റോഡിൽ വീണായിരുന്നു ബാക്ക് കൂടെ വണ്ടി വല്ലതും വന്ന് അന്നേരം തന്നെ വലിയ ആക്സിഡൻറ്റ് സംഭവിച്ചത്. ആ സമയങ്ങളിൽ വേറെ ഒരു വാഹനവും ആ ഹൈവേയിൽ വന്നില്ല എന്നുള്ള. ശരിക്കും കാഞ്ഞാണി തൃശ്ശൂർ റോഡ് നല്ല ഹൈവേ, നല്ല സ്പീഡുള്ള സ്ഥലമാണ്. അവിടെ ഒരു അപകടം കൂടാതെ ദൈവമാതാവ് ഞങ്ങളെ സംരക്ഷിക്കുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും അതുപോലെ തന്നെ എല്ലാ സമയങ്ങളിലും ഞങ്ങൾ ജപമാല ആശ്രയിച്ച് ദൈവിക സംരക്ഷണം തേടി പ്രാർത്ഥിക്കുന്ന ഒരു ശീലത്തിന് കർത്താവ് ഞങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ഈ ഭവനം പണിയാനായിട്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി. ഭവനം പണി
പൂർത്തിയാകാതെ ഇങ്ങനെ തറപ്പണിത് ഇരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ നീണ്ടുപോയി 5-6 മാസത്തോളം പണിയൊന്നും നടക്കുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. കാരണം ഈ സ്ഥലം വാങ്ങിക്കലും വീട് പണിയിൽ ഏകദേശം ഒരുമിച്ചാണ്. അത് പ്രത്യേകിച്ച് ലോണൊന്നും എടുത്തിട്ടില്ല. പ്രാർത്ഥനയോട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവം ക്രമീകരിക്കുന്നു. ആ സമയങ്ങളിൽ വീട് പണി ഇങ്ങനെ നടക്കാണ്ട് വന്ന ഒത്തിരിയേറെ വിഷമമായി. ലീവിൽ വരുമ്പോഴെല്ലാം ഇതേക്കുറിച്ച് ചിന്തയായി. അപ്പോൾ ഞാനും വൈഫിനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു ഓട്ടിട്ട് ചെറിയ പെരയുണ്ടായിരുന്നു, അതിനകത്ത് താമസം. ഈ വീടിൻ്റെ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ജപമാല എടുത്തുകൊണ്ട് ഈ തറയുടെ മുകളിൽ നിന്നുകൊണ്ട് സിമെൻറ്റിൻ്റെ മേലിൽ നിന്നുകൊണ്ട് ഒത്തിരി വേദന സഹിച്ചുകൊണ്ട് കരങ്ങൾ വിരിച്ച് ഞങ്ങൾ ജപമാല ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കും. കർത്താവ് ഞങ്ങളുടെ ഭവന നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് വേണ്ട സാമ്പത്തിക ക്രമീകരണം നൽകണമേ. ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമാതാവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം കർത്താവ് ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തരുന്നൊരു പ്രചോദനമായിരുന്നു ജപമാല വഴി പ്രാർത്ഥിക്കാനായിട്ട്. നിനക്ക് നൽകിയിരുന്ന ഏറ്റവും വലിയ ആയുധമാണ് ജപമാല, മാതാവ് വഴി പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ എപ്പോഴും ഈശോയോടൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്, നേരിട്ട് ഈശോയോട് മധ്യസ്ഥം വഹിച്ചാൽ മതി, നേരിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് നോക്കുമ്പോഴും എനിക്കൊരു പൂർണ്ണത കിട്ടുന്ന അനുഭവം വരാത്തൊരു അനുഭവം പോലെ തോന്നും. ആ സമയങ്ങളിലൊക്കെ ഞാൻ ചെയ്യുന്നത് എന്തൊക്കെ ഈശോയോട് നേരിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും അവസാനം ഒരു ജപമാല ചൊല്ലി കാഴ്ചവെക്കുക. അപ്പോഴാണ് എനിക്ക് തോന്നുക എൻ്റെ പ്രാർത്ഥന പൂർണ്ണതയായി എന്നുള്ളത്. ശരിക്കും എൻ്റെ പ്രാർത്ഥനയുടെ പൂർണ്ണത എന്ന് പറയുന്നത് മാതാവിൻ്റെ മധ്യസ്ഥം ജപമാലയോട് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടുന്നത്. അപ്പോൾ ജപമാല ചൊല്ലി മുട്ടുമേൽ നിന്നുകൊണ്ട് ഈ വീടിൻ്റെ ആ പണി പൂർത്തിയാകാൻ വേണ്ടി ഇങ്ങനെ കരഞ്ഞ് ഞങ്ങളിങ്ങനെ രണ്ടാൾ ഒരുമിച്ച് നാളുകളോളം ലീവിലെല്ലാം പ്രാർത്ഥിച്ച് ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം ഇന്ത്യൻ ആർമിയിൽ വളരെ അപൂർവമായിട്ട് കുറച്ച് ബറ്റാലിയന് വന്നിട്ട് UN മിഷൻ പോകാനായിട്ടൊക്കെ ചാൻസ് കിട്ടാറുണ്ട്. അപ്പോൾ UN മിഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ 25 മദ്രാസ് ബറ്റാലിയൻ ആ വർഷം തന്നെ സെലക്ട് ചെയ്യപ്പെടുകയും വിദേശത്ത് പോകാനും കോങ്കോ എന്നുള്ള ആഫ്രിക്കൻ രാജ്യത്ത് പോയി ഒരു 6 മാസത്തോളം അവിടെ സേവനം അനുഷ്ഠിക്കാനും അവിടെ ഏകദേശം $1000 $1000 ഞങ്ങൾക്ക് പേയ്മെൻ്റ് ഉണ്ട്. അതുകൂടാണ്ട് ഇന്ത്യൻ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ 6 മാസത്തോളം $1000 വെച്ച് ഡോളർ വെച്ച് കിട്ടിയപ്പോൾ $6000 ഇന്ത്യൻ പേയ്മെൻറ്റ് ചേർന്നപ്പോഴും എൻ്റെ വീട് പണി വളരെ ഭംഗിയായിട്ട് പൂർത്തിയാകാനും ദൈവമാതാവ് ഞങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്ക് ഈശോ ഉത്തരം തരുന്ന ഒരു വലിയ അനുഭവമാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ അപകടത്തിൻ്റെ നിമിഷങ്ങളിലും എല്ലാ തലങ്ങളിലും ജപമാല ശക്തമായിട്ടൊരു ദൈവികമായിട്ടുള്ള സഹായം കൊണ്ടുവന്ന് തരുന്ന, ശരിക്കും പറഞ്ഞ ഒരു ഗോവണി പോലെ എൻ്റെ ജീവിതത്തിലേക്കുള്ള അനുഗ്രഹത്തിൻ്റെ ഒരു താളന്തായിട്ട് കർത്താവ് എനിക്ക് നൽകിയിരിക്കുകയാണ്. ജോലി മേഖലകളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഇടപെടുന്ന അത്ഭുതകരമായ അനുഭവങ്ങൾ ഈ മുൻ പട്ടാളക്കാരന് പറയുവാനുണ്ട്. തൻ്റെയും സഹപ്രവർത്തകരുടെയും ജീവനെ മാതാവ് സംരക്ഷിച്ച അനുഭവം ഇദ്ദേഹം ഓർമ്മിച്ചെടുക്കുന്നു. ഫസ്റ്റ് ട്രെയിനിങ് പീരീഡിന് ശേഷം എനിക്ക് ആദ്യത്തെ പോസ്റ്റിംഗ് ഉരി സെക്ടർ എന്നുള്ള സ്ഥലത്തായിരുന്നു. ജമ്മു കാശ്മീരിൻ്റെ ഒരു ഇന്ത്യ പാക് അതിർത്തിയുടെ ഒരു പ്രദേശമാണത്. ഈ അടുത്തിടെയായിട്ട് 23 പേര് മരിക്കാനൊക്കെ ഇടയായിട്ടുള്ള ആ സംഭവത്തിൻ്റെ ആ സർജിക്കൽ സ്ട്രൈക്ക് നടന്ന ആ ലൊക്കേഷനിലായിരുന്നു എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്. ഉരി സെക്ടറിലായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ ജപമാലയിലായിരുന്നു കൂടുതൽ ആത്മീയ ജീവിതത്തിന് മുന്നേറ്റത്തിനായിട്ട് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. കാരണം വിശുദ്ധ കുർബാനയില്ല, മറ്റു കുദാശകളും കൂട്ടായ്മകളും ഒന്നുമില്ല. അനുദിനം ബൈബിൾ വായിക്കും, ജപമാല പ്രാർത്ഥനയായിരുന്നു എൻ്റെ ശക്തിയുടെ ഉറവിടം. ആ നിമിഷങ്ങളിൽ ഞങ്ങളുടെ പോസ്റ്റിൽ ഞാൻ ഡ്യൂട്ടി നിൽക്കുന്ന ഒരു 12 മണിക്കും 2 മണിക്കും ഒരു 2 അവർ ഡ്യൂട്ടി എൻ്റെ ടൈമിംഗ് പീരീഡിന് ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇരുട്ടും ഇങ്ങനെ മഞ്ഞ് വീഴുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സൈനികർക്ക് ഞങ്ങൾക്ക് നിർദ്ദേശം തരാറുണ്ട്, കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥയിൽ, പ്രത്യേകിച്ച് അതികഠിനമായിട്ട് ഇരുട്ടുള്ള രാത്രികളിൽ, മഞ്ഞ് വീഴുന്ന രാത്രികളിലൊക്കെയാണ് ഈ ഇൻഫിൽട്രേഷൻ, മിലിറ്റൻസ് ക്രോസിങ് കൂടുതലായിട്ട് നടക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി 2 മണിക്ക് ഡ്യൂട്ടി നിൽക്കുന്ന സമയത്ത് 12 മണിക്ക് ഡ്യൂട്ടി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ രാത്രിയിൽ ആരെങ്കിലും ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെ വല്ലാത്തൊരു ഭയം ഉള്ളിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെ സിംഗിളായിട്ട് ഡ്യൂട്ടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ശക്തമായിട്ട് ജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ അതിർത്തി സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ദൈവമാതാവ് വഴി കർത്താവിനോട് പ്രാർത്ഥിക്കണം ഉള്ളിൽ ശക്തമായ പ്രചോദനം. അപ്പോൾ ഞാൻ ഡ്യൂട്ടിയിൽ ജപമാല എടുത്തുകൊണ്ട് ഞാനിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് സൂക്ഷ്മമായ ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ ജപമാല ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ അതിർത്തിയെല്ലാം, ഉരി സെക്ടറിൻ്റെ അതിർത്തിയെല്ലാം സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും ദൈവം ഇടപെട്ടൊരു സമയങ്ങളായിരുന്നു. കാരണം വെച്ചാൽ ആ സമയത്ത് തന്നെ പാകിസ്ഥാനിൽ നിന്നൊരു 8 പേരോടങ്ങുന്ന കമാൻഡോ മിലിറ്റൻസ് ഇന്ത്യയുടെ ഒരു പോസ്റ്റ്, ഞാൻ ഇരിക്കുന്ന പോസ്റ്റിന് തൊട്ടപ്പുറത്തൊരു വേറൊരു പോസ്റ്റാണ്, ഉമർദീൻ എന്ന് പറയും ആ പോസ്റ്റിന്. ആ പോസ്റ്റ് പിടിക്കാനായിട്ട് മിലിറ്റൻസിന് ഒരു പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ 8 പേര് വന്നു ഈ പോസ്റ്റിന് താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ 4 ട്രൂപ്സായിട്ട്, 2 പേരടങ്ങുന്ന 4 ട്രൂപ്സായിട്ട് വേർപിരിക്കുകയും ഈ പോസ്റ്റിന് 4 സൈഡിൽ നിന്ന് ഒരേ സമയം കയറി വന്നതിന് അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. കാരണം ഇതിനപ്പുറത്ത് വേറെ പോസ്റ്റിലാണ് ഞാൻ ഡ്യൂട്ടിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ എന്നെയും സംരക്ഷിക്കണം, പോസ്റ്റിനെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ അതിർത്തിയിലെല്ലാം മറ്റ് പോസ്റ്റുകളൊക്കെ സംരക്ഷിച്ച് ഇങ്ങനെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് സമർപ്പിച്ച് ജപമാലയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരിൽ 4 പേരിൽ 2 പേര് ആദ്യം ഈ പോസ്റ്റിന് തൊട്ടടുത്ത് കയറി വന്നപ്പോൾ ഡ്യൂട്ടിക്കാരൻ മലയാളിയും ഒരു തമിഴുകാരനായിരുന്നു ഡ്യൂട്ടി. അവർ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തമിഴ് തന്നെ ചോദിച്ചു ആരാണതെന്ന് ചോദിച്ചപ്പോൾ തമിഴാണ് സംസാരിച്ചുകൊണ്ട് മിലിറ്റൻസിന് മനസ്സിലായി ഇത് ഇന്ത്യൻ സൈനികരാണെന്ന്. പെട്ടെന്ന് ഇവർ വിചാരിച്ചു ഇവരുടെ തന്നെ 2 പേര് കയറി വന്നതായിരിക്കുന്നു. പക്ഷേ ആദ്യം വന്ന 2 പേര് ഡ്യൂട്ടിക്കാരൻ്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെടുകയും ഉടനെ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഫയറിങ് ചെയ്തു. ഞങ്ങളുടെ ഒരു സൈനികൻ്റെ കാലിൽ വെടികൊണ്ട് കൊണ്ടു. ഉടനെ തന്നെ മറ്റൊരു സൈനികൻ ഗണ്ണ് പിടിച്ചു. അങ്ങനെ അന്തരീക്ഷത്തിൽ ഇരുട്ടിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല.
അപ്പോൾ ഇങ്ങനെ നിറയൊഴിച്ചുകൊണ്ട് ബ്രസ്റ്റ് ഫയർ ചെയ്തു. ഒരു നിമിഷം കൊണ്ട് തന്നെ 100-300ഓളം റൗണ്ട് ആ നിമിഷങ്ങൾ ഫയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഞങ്ങളുടെ സൈനികരെല്ലാം പിന്നെ അലേർട്ടായി, എല്ലാവരും അവിടെ ഫുൾ അലേർട്ടായിട്ട് ഡ്യൂട്ടി നോക്കി. പ്രഭാതമായപ്പോഴാണ് അറിയാൻ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു സൈനികന് കാലിൽ വെടി കൊണ്ടുകൊണ്ട് ഒത്തിരി ബ്ലഡിങ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 മിലിറ്റൻസ് ആ നിമിഷം തന്നെ അവിടെ ഓൺ ദ സ്പോട്ടിൽ ഡെഡ് ആവാനും ഞങ്ങളുടെ പോസ്റ്റ് അറ്റാക്ക് ചെയ്ത് പിടിക്കാനുള്ള ഒരു പ്ലാൻ ഫെയിലർ ആവുകയും ദൈവിക സംരക്ഷണത്താൽ ആ പോസ്റ്റ് പൂർണ്ണമായി ഇന്ത്യയുടെ ആ പോസ്റ്റ് സംരക്ഷിക്കപ്പെടാനിടയായി. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് സംഭവിക്കുന്നത് 12 മണിക്ക് 2 മണിക്ക് ഇടയിലായിരുന്നു. ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പ്രയർ കഴിഞ്ഞ് ഞാൻ അങ്ങനെ സമർപ്പിച്ച് ഞാൻ ഉറങ്ങി. പ്രഭാതത്തിലാണിപ്പോൾ 6 മണിക്ക് ഞങ്ങൾ സിഗ്നൽ മെസ്സേജ് തൊട്ടടുത്തുള്ള പോസ്റ്റിലേക്കെല്ലാം വന്നു. എന്നാൽ രാത്രിയിൽ 12 മണിക്ക് ഞങ്ങളുടെ പോസ്റ്റ് അറ്റാക്ക് ചെയ്യപ്പെട്ടു. അങ്ങനെ അത്ഭുതകരമായിട്ട് ദൈവിക സംരക്ഷണത്താൽ രക്ഷപ്പെട്ടു. ഞങ്ങളുടെ സൈനികർക്ക് ഒന്നും പറ്റില്ല. ഒരാൾക്ക് ചെറിയൊരു കാഷ്വാലിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ 2 മിലിറ്റൻസ് ഡെഡ് ബോഡി കിട്ടാൻ്റെ ഇടയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരു പ്രത്യേക അപകടം ഉണ്ടാകും നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും ഒരു ദൈവിക സംരക്ഷണത്തിന് ആവശ്യകതയായിട്ട് വരുമ്പോൾ പ്രാർത്ഥനയിലൂടെ, ജപമാല പ്രാർത്ഥനയിലൂടെ, മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് ഈശ്വരൻ നാമം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ കർത്താവ് നമ്മളിലൂടെ മറ്റുള്ളവരെ കൂടി സംരക്ഷിക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലൂടെ. ഞാൻ കർത്താവിനോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, എനിക്ക് സൈനിക മേഖലയിൽ നിൽക്കാനായിട്ട് പറ്റില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉദാശ കിട്ടുന്നില്ല, ഇങ്ങനെ കൂട്ടായ്മയില്ല എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വതം കുമോറ നശിപ്പിക്കാൻ പോയ ഒരു അനുഭവത്തെക്കുറിച്ചാണ് കർത്താവ് എനിക്ക് ബോധ്യം തരാറ്. കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുന്നു, ഒരു മകനോ ഒരു മകളെങ്കിലും ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉണ്ടെങ്കിൽ അവനെ പ്രതി ദൈവം ആ ദേശത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് കാണിച്ചു തരാനായിട്ട് ഇടയായിട്ടുള്ളത്.